ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മതം മാറാ, ഇപ്പൊ തട്ടത്തിൻ മറയത്ത് അതിനകത്ത് ഒരു ഹിന്ദു മുസ്ലിം പെൺകുട്ടിയുടെ പ്രണയമാണ് കാണിക്കുന്നത്. അതിനകത്ത് അവസാനം ആ തട്ടം വീണ്ടും കൊടുപ്പിക്കുക നമ്മൾ കാണുന്നത്. അതുപോലെ ഒരുപാട് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇതേപോലെ രണ്ട് മതമുള്ള ആളുകൾ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ജീവിക്കുന്നതും. അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഹാലിൽ വന്നത്? അല്ല, അത് ഇത് പുറത്തേക്ക് ഇറക്കിപ്പോൾ വിടുന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അന്നുണ്ടായിരുന്ന കാലഘട്ടമല്ല ഇന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. ഓരോ ദിവസം നമ്മളെ നാട്ടിൽ ആകെ വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വർഗീയത മാത്രമാണ്. നമ്മൾ അന്ന് കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കാണാൻ കഴിയില്ല. അന്ന് ജീവിച്ച ചുറ്റുപാടല്ല. എന്തിനു പറയുന്നത്, ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ ഒരു മതത്തിൽ അമിതമായി വിശ്വസിക്കാത്തോ അല്ലെങ്കിൽ ജനിച്ച മതത്തിനെ കുറ്റം പറയാത്ത ആളാണ്. എന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് മതവിശ്വാസിയല്ല അല്ല. സത്യം പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്തിന്, ഇത് ഇവിടെ പറയേണ്ട ടോപ്പിക്കല്ല, ഒരു വീട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലെ ഒരു ബ്രോക്കറെ വിളിക്കേണ്ടായി. കിട്ടില്ല, മുസ്ലിം ആയതുകൊണ്ട് വീട് കൊടുത്തില്ല. അവൻ്റെ അവസാന ഘട്ടത്തിൽ കൊടുത്തില്ല. അത് ഒരു 5 വർഷം മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം ഇവിടെ വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. ഈ കത്തോലിക്ക കോൺഗ്രസ് തന്നെ കക്ഷി ചേർന്ന അഫിഡവിറ്റിൽ പറയുന്ന എന്താ, ഞങ്ങളുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വേറൊരു മതത്തിൽപ്പെട്ട പയ്യൻ ബാക്കിലെടുത്ത് കൊണ്ടുപോയി. യഥാർത്ഥത്തിലോട്ട് ഇവർ കടന്നു ചെല്ലട്ടെ. ഈ കൊച്ചിയിലോ അല്ലെങ്കിൽ ഏത് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലോ എന്താണ് ഇന്ന് സമൂഹത്തിൽ ബൈക്കിൽ കെട്ടിക്കൊണ്ടുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതിനപ്പുറത്തുള്ള പല മതക്കാരും നടക്കുന്നില്ലേ? അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോഴോ മതം നോക്കുന്നുണ്ടോ? എനിക്കറിയില്ല. അത് ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറ ഇല്ല. ഇതിന്റെ ബാക്കിൽ ഇന്നും നിയന്ത്രിക്കുന്നത് 60, 70, 80, 90 വയസ്സുള്ളവരല്ലേ. ഇവരുടെയൊക്കെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അവർ 2K കിഡ്സ് ഒന്നല്ല, അവർ 50 കിഡ്സാ. അതായത് അവർ 80, 90 വയസ്സായവർ. അവർക്ക് അവരുടെ കാലഘട്ടം കഴിഞ്ഞു, എല്ലാ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഈ തലമുറ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിച്ചാലേ വർഗീയത നിലനിൽക്കുള്ളൂ. ഞാൻ പലപ്പോഴും ചോദിച്ചു, മതം പറയാനോ മതത്തിന് വേണ്ടി തല്ലുകൂടാനോ ഇത് ചെറുപ്പക്കാർ കുറവാ, കോളേജ് പിള്ളേർ കുറവാ. എല്ലാം കുറച്ച് ഏജ്ഡായിട്ടുള്ളവർ മാത്രമേ ഇതിൻ്റെ ബാക്കിൽ തൂങ്ങി നിൽക്കുന്നുള്ളൂ. ഈ ഒരു തലമുറയുടെ ഇടയിലോട്ടും വീണ്ടും ഈ മതം അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരു മതത്തിനെ കുറിച്ച് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇത് എവിടെ നിന്നായിരിക്കും? ഇതിൻ്റെ ഒരു ഉറവിടം എവിടെ നിന്നായിരിക്കും? അത് ഒരു അധികാര സ്ഥാനങ്ങൾ ഇതിന് ഞങ്ങൾ തന്നെ തരിച്ചുപോയി. ഞങ്ങൾ ചെറിയൊരു ബാക്കിലൂടെ ഇതിൽ സഞ്ചരിച്ചു. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോയി ലീഗലായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഞങ്ങൾ കുറച്ച് കോൾ ഡീറ്റെയിൽ അങ്ങനെ പിന്നെ ബാക്കിലൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത ആൾക്കാർ പോലും ഇതിൻ്റെ ബാക്കിലുണ്ട്. മനസ്സിലായി. നമ്മുടെ മുന്നിൽ മേ ബി നല്ല വെള്ളപൂശി നിൽക്കുന്ന ആളുകൾ. പിന്നെ അത് ചിലർക്ക് മതം ഭയങ്കര ഭാരമാണ്. അവർ വളരെ ചിരിച്ച് കളിച്ചൊക്കെ നിന്ന് ഒരു CCTV ക്യാമറ പോലെ അതെല്ലാം ഒപ്പിയെടുക്കും. രാത്രി കാലങ്ങളിൽ ഇതിനെ കുറിച്ചിട്ട് ഒരു വിശകലനം നടത്തും. എന്നിട്ട് അവരുടെ മൈൻഡിലൂടെ കാണുന്നതെല്ലാം മതവെറിയിലോട്ട് തിരിക്കും. എന്നിട്ട് ഇപ്പുറത്തുള്ള വർഗീയവാദികൾക്ക് ഒറ്റുകൊടുക്കും. ഇങ്ങനൊരു സംഭവം വരേണ്ട, ഇതേപോലെ ഒന്ന് വരേണ്ട, അതിനെ എതിർക്കണം, ഇതേപോലെ. അങ്ങനെ അവർ എല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ സോഴ്സിൽ നിന്ന് വിവരം കിട്ടി. അതെ. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഈവൻ ഷെയ്ൻ നിഗോ ആണെങ്കിലും നിങ്ങളുടെയൊക്കെ പേരുകൾ കൂടി ഒരു പ്രോബ്ലം ആയിട്ട് പലർക്കും തോന്നാറുണ്ട്. ഒരിക്കലുമില്ല. ഇതിൽ പ്രൊഡ്യൂസറിൽ പ്രധാന ആളെന്ന് പറഞ്ഞാൽ കാശ് മുടക്കിയ ജൂബി തോമസാ, ഒരു ക്രിസ്ത്യ സമൂഹത്തിലുള്ള ഒരാളാണ്. പിന്നെ ഇതിൽ ഞാൻ മുഹമ്മദ് റഫീഖ് വീരാന്ന് അങ്ങനെ നെയ്മായിട്ടൊന്നും വന്നതല്ല, യാദർശികമായിട്ട്. സിനിമക്ക് അങ്ങനെ നമ്മൾ കുലുക്കിയെടുക്കുന്ന പോലെയാണ്. ആരൊക്കെ വീഴുന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ. നമ്മൾ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഇതൊക്കെ ഇതായിട്ട്. ഒരിക്കലും ഒരു സമുദായമായിട്ട് സിനിമ എടുക്കുന്നതൊന്നും സിനിമയിലില്ല. കാരണം ഈ പറയുന്ന സമുദായമൊക്കെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഒരു ഭ്രാന്തമായ നിലപാടിൽ പെട്ടാണ് സിനിമ ഹറാമാന്നൊക്കെ പറയുന്നത്. ഒരിക്കലും സിനിമ ഹറാമാന്ന് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യനായി ജീവിച്ചാൽ തീരാവുന്ന വിഷയം ഇവിടെ ഉള്ളൂ. എല്ലാ മതഗ്രന്ഥങ്ങളും, ഇപ്പോൾ ഖുർആനായിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, രാമായണമൊക്കെ ആയിക്കോട്ടെ, എല്ലാം മനുഷ്യൻ്റെ ഡിസിപ്ലിൻ ഗൈഡുകളാണ്.
ആ ഗൈഡ് ഫോളോ ചെയ്യണതുകൊണ്ടാണ് ഇവിടെ പല കുറ്റകൃത്യങ്ങളും ഉണ്ടാവാത്തത്. അല്ല ഇവിടുത്തെ IPC പോലീസിനെ ഇവിടുത്തെ ജുഡീഷ്യറി ഒന്നും പേടിച്ചിട്ടല്ല. പകുതി ആൾക്കാരും പേടിക്കുന്നത് സ്വർഗം കിട്ടില്ലായിരിക്കോ, നരകത്തി വീഴുമായിരിക്കോ, ഇതെൻ്റെ നാളെ അവിടെ വെച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ഉപ്പാടെ മുന്നിൽ കേൾക്കുമായിരിക്കോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പല കുറ്റകൃത്യങ്ങളും ഇല്ലാതാവണത്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് മതങ്ങൾ തന്നെയാണ്. പക്ഷെ അതിപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിലോട്ടും ഇതിലോട്ടും കടന്നു വരുന്നത് അവരവരുടെ മതത്തിൽ ആൾ കുറയുമോ എന്നുള്ള ഭയം. അതെ, ഈ ഒരു സിനിമയുടെ പേര് ഹാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ഒരവസ്ഥ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുപോലും അറിയാണ്ട് രണ്ട് മീനിങ് ആണെന്ന് പോലും അറിയാണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട്. എന്നാ പിന്നെ സിനിമയ്ക്ക് ഹലാൽ എന്ന് പേരിട്ടാ പോരായിരുന്നു കമന്റ്. അതെ, ഹലാൽ എന്ന് പറയുന്നവരുണ്ട്. ഈ ഹലാൽ എന്താണ് ഹാൽ എന്താണെന്ന് പോലും അറിയാതെ അങ്ങനെയും കമന്റ് ഇടുന്ന ആളുകളുണ്ട് അല്ലേ? അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? അല്ല, അതാണ് ഇതിൽ ഉത്തരം. നമുക്ക് പ്രേക്ഷകർക്ക് നോക്കാനുള്ള ഉത്തരം പറഞ്ഞാൽ കമന്റ് ബോക്സിലുണ്ട്. ഹാലും ഹലാലും തിരിച്ചറിയാത്തവരാണ് ഇതിനെക്കുറിച്ച് എതിർക്കുന്നത്. ഹാലും ഹലാലും തിരിച്ചറിഞ്ഞാലല്ലേ അവർ ബാക്കിയുള്ള വലിയ വിഷയങ്ങളെ കുറിച്ച് തിരിച്ചറിയുള്ളൂ. ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ ബഹളം ഉണ്ടാക്കുന്ന ഇപ്പം ഈ ഇന്റർവ്യൂ കാണുമ്പോഴായിരിക്കും മേ ബി പലർക്കും മനസ്സിലാവുന്നത് നിങ്ങളുടെ സിനിമയുടെ ആ ഒരു കോർ ടോപ്പിക്ക് രണ്ട് മതങ്ങളിൽപ്പെട്ടവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മതം മാറേണ്ട ആവശ്യമില്ലെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഇത്രയും പുകിലുകൾ ഉണ്ടാക്കുമ്പോഴേക്ക് പലരും വിചാരിക്കുന്നത് നിങ്ങൾ മത തീവ്രവാദമാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. ലൈക്ക് ഭയങ്കരമായിട്ടുള്ള ആ മതത്തിനെ സ്പ്രെഡ് ചെയ്ത് മറ്റു മതങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അങ്ങനെയല്ലേ പലരും മനസ്സിലൂടെ പോകുന്നത്? ഇല്ല, ഒരു വിഭാഗം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും കയറി കാണുന്നേ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള നല്ല സിനിമ ഒരാളെ ഭാഗം കൂടിയിട്ട് പോലുമല്ല. അതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയം സംഭവിക്കുന്നത് എന്താണ്, അതിൻ്റെ ഉത്ഭവം, വളർച്ച, പര്യവസാനം, അതാണ് ഞങ്ങൾ സിനിമയിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനിടയിൽ കാണുന്ന കാഴ്ചപ്പാടുകളും എതിരിടുന്ന പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും അത് തുറന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങിയ ഒരു ദിവസം കൊണ്ട് തീരാവുന്ന വിഷയം ഇതിൻ്റെ ബാക്കിലുള്ള ചർച്ചകൾക്കുള്ളൂ. കാരണം പുറത്തിറങ്ങിയ ഫസ്റ്റ് ഷോക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കുഞ്ഞു സിനിമ, ഇത് ഇത്രയും വിവാദമാക്കേണ്ടതോ ഇത്രയും അവകാശപ്പെടേണ്ടതായിട്ടുള്ള സിനിമയല്ല. ഞങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് പ്രീപ്ലാൻ ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു അജണ്ട കുത്തിക്കയറ്റാൻ വേണ്ടി എടുത്തതൊന്നല്ല. കുഞ്ഞു സിനിമ, ഒരു ലവ് സ്റ്റോറി എടുത്തു വെച്ചത്. ആ ലവ് സ്റ്റോറി ഇത്ര വലിയ ചർച്ചയാകുന്ന ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ക്ലിപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് കണ്ടിട്ടായിരുന്നു. വെട്രിമാരൻ പ്രൊഡക്ഷൻസിലുള്ള മൂവി പ്രൊഡക്ഷൻ കമ്പനി തന്നെ പൂട്ടാനായിട്ടുള്ള റീസൺ ഈ പറയുന്ന പോലെ സെൻസർ ബോർഡ് ഇഷ്യൂ ആണെന്ന്. ശരിക്കും അങ്ങനെയാണോ? അതെ, അവര് ഇതേമാതിരി സെൻസറിന് കൂടുന്ന പ്രശ്നങ്ങളാവുന്നു. ഇപ്പൊ അമീർ ഖാന്റെ പടം, അതിന് മുന്നേ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പടം, അതിനൊന്നും ഉള്ളടക്കം നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രത്തിനെതിരൊക്കെ നിൽക്കുന്ന പടങ്ങളാണെങ്കിൽ ഇറക്കുക തന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രമാണ് നമുക്ക് ഏറ്റവും വലുത്. മതം പോലും അതിന് ബാക്കിലാണ്. ഇപ്പോൾ ഖുർആനിൽ വരെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വരെ പറഞ്ഞ് നിൻ്റെ രാഷ്ട്രത്തിനനുസരിച്ച് ജീവിക്കാനാണ് പറയുന്നത്. പിന്നെ അത് വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മലപ്പുറത്തെത്തുമ്പോൾ വേറെ മുസ്ലിം ആയിരിക്കും, തിരുവനന്തപുരത്ത് വേറെ മുസ്ലിം ആയിരിക്കും, സൗദിയിൽ വേറെ മുസ്ലിം. അപ്പോൾ അത് ഓരോ രാജ്യത്തിനനുസരിച്ചല്ല, ഓരോ നായകന്മാരും ഓരോ മത നേതാക്കളനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഇതിൽ ബാധിക്കുന്ന വിഷയങ്ങളല്ല.